മാഷെ, PV അൻവറിൻ്റെ ഒരു പത്രസമ്മേളനം ഇന്ന് പിണറായി വിജയനെതിരെ നടന്നു. മുഖ്യമന്ത്രിക്കെതിരെയാണ്. ഇതുപോലെ പിണറായി വിജയനെ വേറൊരാൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിമർശിച്ചിട്ടില്ല. ഇത്ര പരസ്യമായി രംഗത്ത് വന്നിട്ടുമില്ല. ഒരു കാലത്ത് വിഭാഗീയതകളൊക്കെ ധാരാളം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കകത്ത് നിന്നിട്ടാണ് പിണറായി വിജയനെതിരെ VS അച്യുതാനന്ദനൊക്കെ പോരാടിയിരുന്നത്. ഒരു ഘട്ടത്തിൽ ആ സമയത്ത് പിണറായി വിജയൻ മറ്റേ കേസരി സ്മാരകത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരുമാതിരി VS അച്യുതാനന്ദനെ ഒതുക്കിയ ശേഷം ഇനിയും പോരാടും എന്നാണ് VS പറയുന്നതെന്ന് ഒരു പത്രലേഖനം കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ അദ്ദേഹം ഈ അൻവറിനെ പുച്ഛിച്ച് ചിരിച്ചതുപോലെ ചിരിച്ചിട്ട് അന്ന് പറഞ്ഞു പോരാടുമായിരിക്കും, അത് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ഒക്കെ എതിരെയായിരിക്കും എന്നന്ന് അന്ന് പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഈ കള്ളക്കടത്തിൻ്റെ കുറേ കാര്യങ്ങൾ എപ്പോഴും ഈ PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വെച്ചിട്ട് ഈ കള്ളക്കടത്തുകാരുടെ കൂടെയാണ് എന്ന് അദ്ദേഹം പിണറായി വിജയൻ ചിത്രീകരിച്ചിരുന്നു. അത് മോശമായി പോയി എന്നാണ് അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പല കരിയർമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. പല കരിയർമാരെയൊക്കെ പല ഘട്ടത്തിലും കണ്ടിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ആളുകൾക്ക് സംശയം തോന്നുന്ന വിധത്തിലാണ്. പക്ഷേ അന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പൊതുവെ അദ്ദേഹം മുമ്പ് നടത്തിയിട്ടുള്ള പല പത്രസമ്മേളനങ്ങളെക്കാൾ ഈ ശാന്തമായിട്ട് ഒരു 1.25 മണിക്കൂർ ഇനിയും ഞാൻ ഇരിക്കാം എന്നുള്ള മട്ടിലാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ അൻവറിനെ പറ്റി കുറേ വിവരങ്ങൾ ശേഖരിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പുറത്തേക്ക് വിട്ടു. ഇനി അൻവർ പറഞ്ഞാൽ ഞാൻ ഇനിയും പരസ്യമായി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പിണറായി വിജയൻ എന്ത് ചെയ്യും എന്നാണ് മാഷിന് തോന്നുന്നത്? അപ്പോൾ അൻവറിനെതിരെ കേസ് ഉണ്ടാകുമോ? അൻവറിനെ അറസ്റ്റ് ചെയ്യുമോ? ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് സാധ്യതയില്ല. ഒരു പക്ഷേ അൻവർ ഈ പോരാട്ടം പാർട്ടിക്കകത്ത് നിന്ന് പുറത്തേക്കെടുത്തിട്ട് പാർട്ടിയെ വിശ്വാസത്തിലെടുത്ത് പാർട്ടിക്കകത്ത് നിന്ന് ഈ ഇദ്ദേഹം പറഞ്ഞ പുഴുക്കുത്തുകളെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമം വിട്ട് ഇപ്പോൾ CPM-നെ ആസ് എ ഹോൾ, CPM-ന്റെ മുഖ്യമന്ത്രി, CPM-ന്റെ കമ്മിറ്റി മീൻസ് പാർട്ടിയെയും പ്രസ്ഥാനത്തെയും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പാർട്ടി സെക്രട്ടറി ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ പിണറായി വിജയനെ തിരുത്തുമായിരിക്കും എന്നാണ് കരുതിയത്. അതും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിയും കഴിഞ്ഞു അൻവറിനെ. അതെ, പാർട്ടിയും കൈയൊഴിഞ്ഞു എന്ന് മാത്രമല്ല, പാർട്ടി സമ്പൂർണ്ണമായി അൻവറിനെതിരെ രംഗത്ത് വന്നു. പിണറായി വിജയൻ നേരത്തെ വന്നു. ഒരു പക്ഷേ പിണറായി വിജയൻ രംഗത്ത് വരുന്നത് വരെ പാർട്ടിക്കാരും മിണ്ടിയിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അധോഗതി. അതാണ് ഒരു പാർട്ടിക്കെതിരെ പാർട്ടി രീതിശാസ്ത്രം വിട്ട് പാർട്ടിയുടെ ഒരു MLA സംസാരിച്ചു തുടങ്ങുമ്പോൾ അന്ന് പ്രതികരിക്കേണ്ടതാണ് മലപ്പുറത്തെ പാർട്ടി. മലപ്പുറത്തെ പാർട്ടിയാണ് ആദ്യം പറയേണ്ടതെന്ന് സ്റ്റേറ്റ് പാർട്ടിയും പറയേണ്ടതാണ്. പക്ഷേ പിണറായി വിജയൻ പരസ്യമായി അൻവറിനെ തള്ളിപ്പറയുന്നത് വരെ തള്ളിപ്പറഞ്ഞില്ല. അതിൻ്റെ കാരണം ഒന്ന്, ഈ പരമോന്നത യജമാനൻ്റെ ഒരു സ്വഭാവം, ഒരു ഫ്യൂഡൽ സ്വഭാവം പാർട്ടിക്ക് വന്നിട്ടുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ട്, വലിയ തോതിലുള്ള പ്രതിഷേധം പിണറായി ഗവൺമെൻറ്റിനെതിരായിട്ടുണ്ട് താഴെ തട്ടിൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ, റാങ്ക് ആൻഡ് ഫയലിൽ ഉണ്ട് എന്ന് ഇടക്ക് നിൽക്കുന്ന പാർട്ടി ലീഡേഴ്സിന് നന്നായിട്ട് അറിയാം. അപ്പോൾ പിണറായി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ചെറുക്കാൻ മറ്റാരും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് പിണറായി വരുന്നത്. പിണറായി വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ആരും ഈ പാർട്ടിയിൽ അൻവറിൻ്റെ കൂടെ നിൽക്കാൻ ഉണ്ടാവുകയില്ല എന്ന ബോധ്യത്തിലേക്ക് പാർട്ടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു അൻവറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ധാരാളം കേസുകൾ ഗവൺമെൻറ് കയ്യിലുണ്ടല്ലോ. ഇപ്പോഴല്ല, അല്ല, ആ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞല്ലോ, മറ്റേ ഗവർണർ ഒരു കത്ത് തന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഫോൺ ചോർത്തി ഗുരുതരമായ കേസല്ലേ. ഗവർണറുടെ ഒരു വാക്ക് പോലും എടുത്തിട്ട് നടപടി. അരീക്കോട് ഈ നക്സലൈറ്റ് വേട്ടയ്ക്ക് വേണ്ടിയിട്ടേ ഈ ചോർത്താനൊക്കെ ഉള്ള ഒരു സംവിധാനമുണ്ട്, പ്രത്യേക പോലീസ് സംഘത്തിൻ്റെ. അത് അൻവർ ഉപയോഗിച്ചോ എന്നുള്ള സംശയവും. അങ്ങനെ അവിടുത്തെ കുറേ ആളുകളുടെ പേരൊക്കെ അൻവർ പറഞ്ഞിരുന്നു, 5-6 പേരുടെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ. അപ്പോൾ അരീക്കോട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ വന്ന ആ സാഹചര്യത്തിലാണ് ഗവർണറുടെ ഒരു കത്ത് കിട്ടിയത്.
അത് മെൻഷൻ ചെയ്തിരുന്നു എന്ന് പിണറായി വിജയൻ മെൻഷൻ ചെയ്തിരുന്നു. അത് മാത്രമല്ല സാറേ, ഇപ്പോൾ ഈ ഇഷ്യൂവിൽ ഇപ്പോൾ പുതിയ ഇഷ്യൂവിലാണല്ലോ ഇപ്പോൾ ഗവർണർക്ക് രംഗത്ത് വരുന്നത്. അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അൻവറിനെ അറസ്റ്റ് ചെയ്യാനുള്ള മാത്രം കേസുകൾ അൻവർ എന്ന നേതാവാകുന്നതിന് മുമ്പുള്ള അൻവറിൻ്റെ കാര്യത്തിലും ഇല്ലേ? ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞൊരു പ്രസ്താവനയാണ് അദ്ദേഹം വളരെ കാര്യമായിട്ട് പറയുന്നത്. ഞാൻ കള്ളക്കടത്തുകാരുമായി ബന്ധമുള്ള ആളാണെന്ന് വരുത്തി തീർത്തു, അത് എൻ്റെ ഇമേജിന് ഡാമേജ് ഉണ്ടാക്കിന. അൻവർ എന്ന ഒരാളെ, അദ്ദേഹം PV ഷൗക്കത്ത് അലിയുടെ മോനാകാം, PV മുഹമ്മദ് ഹാജിയുടെ പേരക്കുട്ടിയാവാം, പക്ഷേ PV അൻവർ എന്നൊരു ഒരു കാൻഡിഡേറ്റിനെ CPM കണ്ടെത്തുന്നതിൻ്റെ മാനദണ്ഡം എന്തായിരുന്നു? ഒരു പഴയ കോൺഗ്രസ്സുകാരൻ വന്നോട്ടെ എന്ന് വെച്ചിട്ടാണോ? അതൊന്നുമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ PV അൻവറിൻ്റെ സോഴ്സ് എന്താണ്? പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫണ്ട് പിരിക്കാൻ പോകും. രാമേന്ദ്രൻ സാറിന് അറിയായിരിക്കും. പാർട്ടി ഫണ്ട് പിരിക്കുന്നതിൻ്റെ തലേന്ന് ബ്രാഞ്ച് കമ്മിറ്റി കൂടി തീരുമാനിക്കും ആരൊക്കെയാണ് നാട്ടിൽ നേരാൻ വണ്ണം കാശുണ്ടാക്കിയത്, അല്ലേ? സോഴ്സ് നോക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു നിയമസഭാ സീറ്റ് തന്നെ, അതും സഖാവ് കുഞ്ഞാലിയുടെ ഒരു നിയമസഭാ സീറ്റ് അൻവറിനെ പോലെ ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഇയാളുടെ പണത്തിൻ്റെ സോഴ്സ്, പണമാണല്ലോ മാനദണ്ഡം, ആ പണത്തിൻ്റെ മാനദണ്ഡം എന്താണ്, സോഴ്സ് എന്താണ് എന്ന് പരിശോധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അൻവറിന് കള്ളക്കടത്തുകാരായിട്ട് ബന്ധമുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നിരിക്കണം. മലപ്പുറത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടും മലപ്പുറത്തെ ഭരണകക്ഷിയുടെ MLAയും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്ന ബന്ധം എവിടെ വെച്ചായിരിക്കും അത് വഷളായിട്ടുണ്ടാവുക? അൻവറിൻ്റെ മനസ്സിൽ ഒരു പൊടുന്നനെ ഒരു ധാർമ്മിക മൂല്യം വരുന്നുകൊണ്ടാവണം? ആവണമെന്നില്ലല്ലോ. പിന്നെ ഈ കള്ളക്കടത്തുകാരെയും കാരിയേഴ്സിനെയൊക്കെ എനിക്കറിയാം. ഞാൻ അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, അവരെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. ഒരു നിയമസഭാ മണ്ഡലത്തിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെടാൻ ബാധ്യതയുള്ള ഒരു MLAക്ക് ഇതിനൊക്കെ എവിടുന്നാ നേരം? അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ യഥാർത്ഥത്തിൽ പണി? രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. അൻവറിന് ഇടതുപക്ഷത്ത് നിന്ന് ഒരു പക്ഷേ അൻവർ ഇതിനിടയിൽ ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അദ്ദേഹം മെൻഷൻ ചെയ്ത്, പത്രസമ്മേളനത്തിലല്ല, നിലമ്പൂരിൽ നമ്മുടെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെ പരസ്യമായി അപമാനിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ ഒരു പേര് മെൻഷൻ ചെയ്തിരുന്നു. രാമേന്ദ്രൻ സാർ ശ്രദ്ധിച്ചോന്നറിയില്ല. താനൊക്കെ ആര്? K സുധാകരന് പറ്റാത്തത്. ആ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയോ സാർ? അത് മലപ്പുറത്തുകാർക്ക് കൃത്യമായിട്ട് അറിയാം. PV അൻവർ എന്ന പണക്കാരൻ, അതിൻ്റെ ഇപ്പുറത്തുള്ള പ്രിഫൈസ് ചെയ്യാൻ പറയുന്നില്ല, എന്തൊക്കെ പറഞ്ഞാലും PV അൻവർ എന്ന പണക്കാരൻ ഉണ്ടാകുന്നത് K സുധാകരൻ എന്ന വനം മന്ത്രിയുടെ കാവലോട് കൂടിയിട്ട് നിലമ്പൂർ കാട്ടിലെ മരം വെട്ടാൻ തുടങ്ങുമ്പോഴാണ്. ഇതാണ് അൻവർ. ആർക്കാ അറിഞ്ഞുകൂടാത്തത്? അതുകൊണ്ട് സുധാകരൻ്റെ പേര് കടപ്പാടോടുകൂടി പറയും. അപ്പോൾ അൻവറിന് കോൺഗ്രസ് പാരമ്പര്യമാണ് എന്ന് പിണറായി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുവശം കൂടി ഉണ്ട്. ആ പറയുന്നതിന് വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും. പിണറായിയുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ടാവുമല്ലോ, ഭരണകൂടത്തിൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കാര്യം ഇത്രയേ ഉള്ളൂ. അൻവർ ഈ ഭരണകൂടത്തിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു നേട്ടവും അൻവറിന് ഉണ്ടായിട്ടില്ല. അൻവറിൻ്റെ ബിസിനസ് കക്കടംപൊയിലെ പാർക്ക് ഒരു ദിവസം പോലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അൻവറിൻ്റെ പേരിലുണ്ടായിരുന്ന ചീറ്റിംഗ് കേസിൽ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടില്ല. അൻവർ ആവശ്യപ്പെട്ട ട്രാൻസ്ഫർ ഒന്നും, അതാണല്ലോ വലിയ ആക്ഷേപതല്ലേ. പോലീസുകാരനുമായിട്ടുള്ള പ്രശ്നം എന്താ? അയാൾ ഒന്നാലോചിച്ച് നോക്കൂ. അയാൾ സ്വകാര്യമായിട്ട് നമ്മൾ ഒരുമിച്ചൊരു ഏർപ്പാടിന് നിന്നിട്ട്, നല്ലതോ ചീത്തയോ ആവട്ടെ, ഏർപ്പാടിന് നിന്നിട്ട് ഒടുവിൽ ഞാൻ കരുവായി തീരുമെന്ന് തോന്നുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ കാൽക്കൽ വീണ് കരയുമ്പോൾ കാണിച്ച നിലപാടെന്താ? അത് അവിടെ എനിക്കൊരു ചോദ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത്തവണ സംരക്ഷണം കിട്ടിയിട്ടില്ല എന്ന് മാഷ് പറഞ്ഞല്ലോ. അൻവർ ഇതിനു മുമ്പും CPMൻ്റെ തണലിൽ MLA ആയതാണല്ലോ. അപ്പം അന്നൊക്കെ അൻവറിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഈ ഷെയ്ഡി, ഇത് മുഴുവൻ പാർട്ടി സപ്പോർട്ട് ചെയ്തിട്ടില്ലേ മുമ്പ്? സമ്പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു കരട് വന്ന് കയറി. ആ കരടിൻ്റെ പേര് P ശശി എന്നാണ്. P ശശി വരുന്നതിന് മുമ്പുള്ള അൻവറും പാർട്ടിയും തമ്മിലുള്ള ബന്ധം, P ശശി വന്നതിന് ശേഷമുള്ള ബന്ധം. അങ്ങനെയാണെങ്കിൽ ആരെയൊക്കെയാണ് പണ്ട് പരസ്യം ഉണ്ടായിരുന്നല്ലോ, പവർ മാൾട്ട് കഴിക്കും മുമ്പ്, കഴിച്ച ശേഷം. ഇത് വളരെ ഗൗരവമായ ആലോചന നടത്തേണ്ടതാണ്. ഒരു കാര്യം തീർച്ചയായും ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അൻവർ എന്ന കളങ്കിതനും P ശശി എന്ന നേരത്തെയുള്ള കളങ്കിതനും ഒന്നാലോചിച്ച് നോക്കൂ. P ശശിയുടെ ഒരു പാരമ്പര്യം ജനങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. പാർട്ടിക്ക് വലിയ ദുഷ്പേരുണ്ടാക്കിയ ഒരാളാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തുകാർക്ക് P ശശിയെ നന്നായിട്ട് അറിയാം. കുഞ്ഞാലിക്കുട്ടിയേക്കാൾ പരിചയമാണ് അവർക്ക് P ശശിയെ. കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ രക്ഷകനായിട്ട് അവതരിച്ച ഒരാളാണ്. നായനാർക്ക് ദുഷ്പേരുണ്ടാക്കിയ ഒരാളാണ്. ഈ EMS പോലും ഇടപെടേണ്ടി വന്ന കേസാണ്. അങ്ങനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട ആളാണ്. അദ്ദേഹം പിന്നെ തിരിച്ചു വന്നത് എന്തിന്, ആർക്കു വേണ്ടി, ഏത് വഴിയിൽ? അപ്പോൾ P ശശി, ഒരു കാര്യം, P ശശി എന്ന കളങ്കിതനോ അൻവർ എന്ന കളങ്കിതനോ ഇതായിരുന്നു CPMൽ നിലനിന്ന ഡിലേമ, CPMൽ നിലനിന്ന കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ 20 ദിവസത്തോളം പാർട്ടിയെ വലിയ തോതിൽ അലട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃത്യമായി പിണറായി ഒടുവിലൊരു തീരുമാനമെടുത്തു. ഈ കളങ്കിതൻ താരതമ്യേന നിരുപദ്രവകാരിയാണ്.
പാർട്ടിക്കും പിണറായിക്കും പി ശശിയുടെ പേരിൽ നടപടിയെടുത്താൽ എന്തൊക്കെ കണ്ണൂരിലെ മാഫിയ രാഷ്ട്രീയം തൊട്ട് കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം തൊട്ട് പിണറായി വിജയൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ തൊട്ട് എല്ലാം പുറത്തു വരും. അതുകൊണ്ട് പി ശശി എന്ന കളങ്കിതനെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടല്ലാതെ പിണറായി വിജയൻ എന്ന കളങ്കിതനായ രാഷ്ട്രീയ നേതാവിന് മുന്നോട്ട് പോകാൻ മാത്രമല്ല ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പാർട്ടി സമ്മേളനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു അജണ്ട പാർട്ടിക്കകത്ത് തന്നെ നടക്കുകയും അവരുടെ കോടാലിക്കൈയായി അൻവർ മാറുകയും ചെയ്തതായിട്ടും പിണറായി വിജയന് സംശയം ഉണ്ടാകും. പാർട്ടി അത് വിലയിരുത്തിയിട്ടുണ്ടാകും. പക്ഷേ അൻവറിന് ഈ ഗെയിമിൽ നഷ്ടമൊന്നുമില്ല. ഒന്ന്, അൻവർ ഉദ്ദേശിച്ച ബിസിനസ് നേട്ടങ്ങൾ പല കാരണങ്ങളാൽ പി ശശി വന്നതിന് ശേഷം നിലച്ചു പോയിട്ടുണ്ട്. അൻവറിൻ്റെ വരുമാനം നിലച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അൻവറിന് ഇവിടുത്തെ മുഴുവൻ ഏർപ്പാട് നിർത്തിയിട്ട് എൻ്റെ പാർക്ക് പോലും നിങ്ങൾ പൂട്ടിച്ചില്ല നിലവിളിച്ചിട്ട് പോയത് ഓർമ്മയില്ല. നാട് വിട്ടിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയ അനുഭവം വന്നിട്ടുണ്ട്. അൻവറിന് സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കാൻ ഈ ടേം ഉപകരിച്ചിട്ടില്ല. ഇനി പുതിയ ലാവണങ്ങൾ, അധികാരത്തിൻ്റെ പുതിയ ലാവണങ്ങൾ തേടിപ്പോകാൻ അൻവർ ശ്രമിച്ചു. MP ആകാൻ ശ്രമിച്ചു, നടന്നില്ല, വിജയിച്ചില്ല. മന്ത്രിയാകാൻ ശ്രമിച്ചു. അബ്ദുറഹിമാനെയാണ് മന്ത്രിയാക്കി. താരതമ്യേന ഒരു പരിചയം കുറഞ്ഞ ഒരു ഫസ്റ്റ് ടേം മന്ത്രി MLA ആകുന്ന അബ്ദുറഹിമാനെയാണ്. അപ്പോൾ ഇനി ഒരു കാര്യം, അൻവറിന് ഇനി CPM നിന്ന് ഒന്നും നേടാനില്ല. അത്തരത്തിലുള്ള CPM നിന്ന് അടുത്തൊരു ഊഴം കൊടുക്കാൻ യാതൊരു കഴിഞ്ഞല്ലോ. അത് അദ്ദേഹത്തിന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാർട്ടിക്കാരും മലപ്പുറം ജില്ലാ കമ്മിറ്റി പാർട്ടിയൊക്കെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും ഇനി അവനെ നിലക്ക് നിർത്തണം. എനിക്ക് തോന്നുന്നു മലപ്പുറത്തെ പാർട്ടി, എനിക്ക് തോന്നുന്നു അൻവറുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അൻവർ ഒരു വഴിക്ക് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകുന്നു. അൻവറേ ഉണ്ടായുള്ളൂ, പാർട്ടി ഉണ്ടായില്ല. പാർട്ടിക്കൊരു ഗുണവും അദ്ദേഹം MLA ആയതുകൊണ്ട് ഉണ്ടായിട്ടില്ല. അൻവറിനെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ന് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ധാരാളം വാചകങ്ങൾ വന്നു. അത് പിണറായി വിജയൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. കാരണം വ്യക്തിപരമായി ഇത് മുഴുവൻ ADGP അജിത് കുമാർ എഴുതി കൊടുത്തതാണ്. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങേർക്ക് വേറെ ഒരു വിവരവും ഒരു കാര്യത്തിനെ പറ്റിയില്ല. മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെ തത്തമ്മയെ പൂച്ച എന്ന് പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെ നിൽക്കുന്ന ഏറ്റവും കളങ്കിതരും ഏറ്റവും കറപ്റ്റുമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരല്ലാതെ, അവർ പറയുന്നതല്ലാതെ ഒരു വാക്ക് പോലും പിണറായിക്ക് സ്വന്തമായിട്ട് പറയാനാവില്ല. അത് ഏത് അൻവർ പറഞ്ഞാലും അതിൻ്റെ താഴെ മലയാളി ഒപ്പുവെച്ച് കൊടുക്കും. അത് വസ്തുതയാണ്. പിണറായി വിജയൻ്റെ കയ്യിൽ സ്വന്തമായി ഒന്നുമില്ലല്ലോ, ഒരു നിലപാടുമില്ല. ഈ കളിക്കുന്ന ഗെയിമല്ലാതെ, ഈ പണം ഉണ്ടാക്കാനും അധികാരം നിലനിർത്താനും വേണ്ടി നടത്തുന്ന ഗെയിമല്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല. അതൊക്കെ അൻവർ പറയുന്നത് ശരിയായിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഇത്രയുള്ളൂ. അൻവർ ഒരു മുഴം മുമ്പേ എറിയാണ്. ഒന്നും നഷ്ടപ്പെടാനില്ല ഈ ഗെയിമിൽ. പി ശശിക്കെതിരായി ഞാൻ പ്രസ്താവന നടത്തിയാൽ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പത്രസമ്മേളനത്തോടു കൂടി സാധാരണ നമ്മൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ അറിയാവുന്നതുപോലെ ഇനി അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ല. വേണ്ട, പാർട്ടിയുടെ പിന്തുണയില്ല, ഇതിൻ്റെ അകത്ത് ഇല്ല. ഇനി രാഷ്ട്രീയത്തിൽ ഈ അധ്യായം തീരുകയാണ്. അദ്ദേഹത്തിന് ഇനി പോകാനായിട്ട് ലീഗ് ഉണ്ടോ, കോൺഗ്രസ് ഉണ്ടോ, UDF ഉണ്ടോ, അതോ വേറെ പാർട്ടി ഉണ്ടാക്കേണ്ടി വരുമോ? എനിക്ക് തോന്നുന്നത് വേറൊരു പാർട്ടി ഉണ്ടാക്കുക എന്നൊക്കെ ഉണ്ടാക്കിയാലുള്ള അനുഭവം എന്താണ്, അദ്ദേഹത്തിൻ്റെ കാരണവരായ ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഗുരു മുരളീധരനാണ്. മുരളീധരൻ്റെ കൂടെയാണ് അദ്ദേഹം DIC-യിൽ ഉണ്ടായിരുന്നത്. DIC തിരിച്ച് കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഞാൻ ഇടതുപക്ഷത്തേക്ക് പോകുന്നു എന്നാണല്ലോ അപ്പോൾ ഇപ്പോഴും അൻവർ. അപ്പോൾ പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് കാശ് കളയാനും കൈ പൊള്ളിക്കാനൊന്നും അൻവർ നിൽക്കില്ല. പിന്നെ അൻവറിന് പോകാവുന്ന ഇനി ഒരേ ഒരു എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്, ഡയറക്റ്റാണ്. കച്ചവടത്തിന് അദ്ദേഹം എവിടെ പോകുന്നതാണ് നല്ലത്? ഇനിയിപ്പോൾ പോകാൻ സാധ്യതയുള്ള ഒരേ ഒരു പാർട്ടി മുസ്ലിം ലീഗാണ്. ഞാൻ രണ്ട് കാരണം കൊണ്ടാണ് പറയുന്നത്. ഒന്ന്, കോൺഗ്രസ് അദ്ദേഹത്തെ ആര്യാടൻ്റെ കാലം തൊട്ടേ അകറ്റി നിർത്തിയതാണ്. ആര്യാടൻ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് കേട്ടോ. മാത്രമല്ല ആര്യാടൻ്റെ പുത്രൻ ആണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ നേതാവ് ഷൗക്കത്ത്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമാവില്ല. അതേസമയത്ത് മുസ്ലിം ലീഗ് ഒരു 1.5 കൊല്ലം മുമ്പെങ്കിലും പത്രസമ്മേളനം നടത്തി പറഞ്ഞ ഇഷ്യൂസാണ് ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ, പുതിയതൊന്നുമല്ല. അപ്പോൾ മുസ്ലിം ലീഗിനേക്കാൾ വലിയൊരു മുസ്ലിം ചാമ്പ്യനായി മലപ്പുറത്ത് അവതരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ തന്നെ ലേബലും കൂടി ചേരുമ്പോൾ രണ്ടും ആവും. ഇടതുപക്ഷത്ത് നിന്ന് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ആദ്യം പിന്തുണച്ച കാരാട്ട് റസാഖ് ഇപ്പോൾ പിന്മാറിയിട്ടുണ്ട്. അപ്പോൾ ജലീൽ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ അപ്പോൾ ജലീലും ഇനി പാർട്ടിയിൽ ഉണ്ടാവില്ലല്ലോ, ഇതിൻ്റെ കൂടെ ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ജലീലും അൻവറിൻ്റെ കൂടെ പോകുമോ അതോ ജലീലും മാറിക്കളയോ? ജലീലൊന്നും ഒട്ടും എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അൻവർ ഈ കാണിക്കുന്ന വിവരക്കേട് കൊണ്ട് കാണിക്കുന്ന ആവേശമാണെങ്കിൽ പോലും അത് ജലീലൊട്ടും കാണിക്കില്ല. ജലീൽ വളരെ കണ്ണിങ്ങാണ്, കാൽക്കുലേറ്റഡ് ആണ്.
ജലീൽ ആലോചിച്ച കാര്യങ്ങൾ ചെയ്യുള്ളൂ. മറ്റേ കരാട് റസാക്ക് വിചാരിച്ചിരുന്നത്, ഇവരൊക്കെ വിചാരിച്ചത് പാർട്ടിക്കകത്തെന്തോ വലിയ റിവോൾട്ട് നടക്കുന്നുണ്ട്, അതിൽ ഈ പി ശശിയെ മാത്രം കണ്ട് ഒറ്റപ്പെടുത്തിയിട്ട് പാർട്ടിക്കാരെല്ലാവരും ഈവൻ പിണറായി ഈ ശശി വിരുദ്ധരായ ചില ആളുകൾ, നമ്മൾ ഈ സംസാരിക്കുന്ന എറണാകുളത്തും ഒക്കെയുള്ള ചിലർ അൻവറിനെ ഈ ചാടിക്കയറ്റി എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം ആളുകൾ പാർട്ടിയിൽ ഇനി ഉണ്ടാവുമോ? പാർട്ടിക്കാരെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. അവരെയൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ നമ്പർ ഇട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അത് അക്കാര്യത്തിൽ പിണറായിയെ പോലെ ഒരാൾ അതിവിദഗ്ധനും അങ്ങേയറ്റം ക്രൂരനുമാണ്, യാതൊരു തർക്കമില്ല. കരുതിയിരുന്നോട്ടെ എല്ലാവരും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി എപ്പോഴെങ്കിലും ഒരു പ്രസ്താവനയെങ്കിലും നടത്തിയിട്ടുള്ള ആരെയും അദ്ദേഹം വിട്ടിട്ടില്ല. അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ കൊന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇപ്പോൾ എം ലോറൻസ് പോലും അതിൻ്റെ ജീവിക്കുന്ന തെളിവായിരുന്നില്ല, അവസാനം വരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ലേ. അങ്ങനെ അവസാനിപ്പിച്ച് ഒതുക്കി നിർത്തിയ എത്രയോ പേർ, ഇപ്പോൾ ലോറൻസ് തൊട്ട് VS വരെയുള്ളവർ. ഇപ്പോൾ പിണറായിയെ കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞ അൻവർ ഇപ്പം എന്തായി? അതെ, അൻവർ എനിക്ക് തോന്നുന്നു അൻവർ ഈ രണ്ടും കൽപ്പിച്ചതിൽ ഇത്രയേ ഉള്ളൂ സാർ. അൻവർ ഇതൊന്നും കാണാതെ ആവില്ല. അൻവറിനറിയാം CPM പോലൊരു പാർട്ടിയോട് കളിക്കാൻ പോയാൽ എന്താ സംഭവിക്കുക. അത് തന്നെ പാർട്ടി ഘടന ഇല്ലാത്ത വിധം, പാർട്ടി ഘടനയെ നിഷ്പ്രഭമാക്കിയിട്ട് ഒരു വ്യക്തിയിലേക്ക് പാർട്ടിയുടെ സകലമാന സൗകര്യങ്ങളും കേന്ദ്രീകരിക്കപ്പെട്ടൊരു കാലത്ത് പിണറായി വിജയനെ പോലെ ഒരാളോട് കളിക്കാൻ പോയാൽ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ കളിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ പോരാട്ടം കോടതിയിൽ പോയാൽ തീർന്നില്ലേ? CPMനെതിരെ ഹൈക്കോടതിയിൽ പോകുന്നു PV അൻവർ എന്ന MLA. എന്താ സംഭവിക്കാൻ പോണത്? CPM അതിൻ്റെ സകല സന്നാഹങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന വലിയ വക്കീലന്മാർ നിയമപരമായ പോരാട്ടം ഞാൻ നടത്തുന്നൊക്കെ പറയുന്നൊക്കെ അസംബന്ധമാണ്. അപ്പോൾ ഒരു ശത്രുവിനെ കൊടുത്തു, CPMന് ഒരു ശത്രുവിനെ കിട്ടും. അൻവർ ആ പോരാട്ടം നടത്തും. പിന്നെ അൻവറിന് വേണമെങ്കിൽ അൻവറിനെ അറസ്റ്റ് ചെയ്യാവുന്ന കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്നോ ഉണ്ട്. അത്തരം ഒരു അറസ്റ്റ് വന്നേക്കുമെന്ന് അൻവറിന് തോന്നുന്നുണ്ടാവണം. അത് തടയാനാണ് ഇപ്പോഴത്തെ ഈ പത്രസമ്മേളനം. എന്താ വെച്ചാൽ ഈ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ അത് വ്യക്തിപരമായ വിദ്വേഷം തീർക്കാനാണ് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാമല്ലോ. അത് അങ്ങനെ വ്യക്തിപരമായ ഒരു ദുഷ്പേര് കളയാൻ, അങ്ങനെ ദുഷ്പേര് ഉണ്ടാക്കാൻ പിണറായി വിജയൻ തയ്യാറാവില്ല എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ധരിക്കുക. നിലവിട്ട് കളിക്കുന്ന, എപ്പോഴും നിർണായകമായ ഘട്ടങ്ങളിൽ നിലവിട്ട് കളിച്ചിട്ടുള്ള പിണറായി വിജയന് അത്തരം ദുഷ്പേരുകളെക്കുറിച്ചുള്ള വിചാരം. അൻവർ തടവിലാവോ എന്ന് നമുക്ക് കണ്ടറിയാം. അൻവർ തടവറ വിട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. CPMൻ്റെ സകല തടവറയും വിട്ടതിൻ്റെ തെളിവാണ് ഇന്നത്തെ പത്രസമ്മേളനം. അൻവർ ഇനി എങ്ങോട്ട് പോകുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അൻവറിൻ്റെതായ അജണ്ട ഉണ്ടാവാം. അൻവറിന് ഈ ഗെയിമിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ വിചാരിക്കുന്നത്. അൻവറിന് ഗെയിനേ ഉള്ളൂ. കാരണം ഒന്ന്, PV അൻവർ എപ്പോഴാണ് ഒരു MLA എന്ന നിലയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ എന്തെങ്കിലും പെർഫോമൻസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത് മുഴുവൻ ജപ്പാൻ കുടിവെള്ളം പോലുള്ള മണ്ടത്തരങ്ങളാണ്. ആ വായിൽ നിന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും മലയാളി കേൾക്കാൻ ആഗ്രഹിച്ചു പറ്റിയൊക്കെ ഞാൻ ജീവിതത്തിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് അൻവറിന് ഗെയിമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അൻവറിന് 4 പേര് ശ്രദ്ധിക്കുന്നത് ഇപ്പോഴാണ്, ഗൗരവമായിട്ട് കേൾക്കുന്നത് ഇപ്പോഴാണ്, എന്തെങ്കിലും പ്രതീക്ഷ പാവങ്ങൾ പുലർത്തുന്നതും ഇപ്പോഴാണ്. ചിലപ്പോൾ മുസ്ലിം ലീഗിൽ അൻവർ പോകുന്നത് തടയാനും പിണറായിക്ക് കഴിയും. അതിനും സാധ്യതയുണ്ട്. കാരണം അൻവറിനേക്കാൾ മുസ്ലിം ലീഗിൽ സ്വാധീനമുള്ളത് അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എത്രത്തോളം. തീർച്ചയായിട്ടും അതിനും സാധ്യതയുണ്ട്. എന്തായാലും അൻവറിൻ്റെ പത്രസമ്മേളനം എനിക്ക് തോന്നുന്നു ഇതുവരെ നിലനിന്നിരുന്ന ഒരു വലിയ ആശങ്കയുണ്ടല്ലോ. അൻവർ എവിടെ നിൽക്കുന്നു, അൻവർ എന്താണ്, അൻവറിനോട് എങ്ങനെയെന്നൊക്കെയുള്ള തുടങ്ങിയ ചോദ്യങ്ങളുണ്ടല്ലോ. അത് തീരുമാനമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.